വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത് ഫസ്റ്റ് സം ബ്രിട്ടീഷ് ഹിസ്റ്ററിയിലെ മനോറിയൽ സിസ്റ്റം എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു പീരീഡിലുണ്ടായിട്ടുള്ള വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പെക്യുലാരിറ്റീസ്, വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പ്രത്യേകത എന്നുള്ളത് ഈ ഒരു പീരീഡിലുള്ള സോഷ്യൽ ആൻഡ് എക്കണോമിക് സിസ്റ്റത്തെയാണ് ഫ്യൂഡലിസം എന്ന് വിളിക്കപ്പെടുന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഫ്യൂഡൽ സൊസൈറ്റീൻ്റെ ബേസിക് ഫ്യൂച്ചർ എന്നുള്ളത് അതിൻ്റെ അഗ്രേറിയൻ ക്യാരക്ടറും അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രൊഡക്ഷനും പെസൻറ്റ് ഫാമിലിയെ ബേസ് ഓൺ ചെയ്തുകൊണ്ടുള്ള അഗ്രേറിയൻ ക്യാരക്ടർ ആൻഡ് പെറ്റി പ്രൊഡക്ഷനാണ് ഈ ഒരു ഫ്യൂഡൽ സൊസൈറ്റീൻ്റെ ബേസിക് ഫ്യൂച്ചർ എന്നുള്ളത്. അതുപോലെ തന്നെ ഫ്യൂഡലിസം എന്നുള്ളത് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനിൽ ഒരു പെർട്ടിക്കുലർ സിസ്റ്റമായിട്ട് എമേർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലാർജ് എസ്റ്റേറ്റ്സിൽ സോഷ്യൽ ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഇതിനെയാണ് ഫ്യൂഡൽ മാനേഴ്സ് എന്ന് വിളിക്കപ്പെടുന്നുള്ളത്. മാനോറിയൽ സിസ്റ്റം എന്നുള്ളത് മെഡീവൽ ഇംഗ്ലണ്ടിൽ എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള നിലനിന്നിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അതുപോലെ തന്നെ റൂറൽ സൊസൈറ്റി അറേഞ്ച് ചെയ്തിട്ടുള്ളത് അറൗണ്ട് എ മാനർ ഹൗസ് ഓർ കാസ്റ്റിൽ ഓൺ എ എസ്റ്റേറ്റ്. എസ്റ്റേറ്റിലുള്ള കാസ്റ്റിൽ അല്ലെങ്കിൽ മാനർ ഹൗസിലാണ് ഈ ഒരു റൂറൽ സൊസൈറ്റി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനെയാണ് ഈ ഒരു മനോറിയൽ സിസ്റ്റം എന്ന് പറയുന്നുള്ളത്. ദ ലാൻഡ് ഓഫ് ദി എസ്റ്റേറ്റ് എന്നുള്ളത് 2 മെയിൻ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് പാർട്ട് റിസർവ് ചെയ്യുന്നുള്ളത് എക്സ്ക്ലൂസീവ് യൂസ് ഓഫ് ദ ലാൻഡ് ഓണർ, ഭൂവുടമയുടെ പ്രത്യേക ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് പാർട്ട്, ഈ ഒരു ലാൻഡ് ഓഫ് സ്റ്റേറ്റിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്നുള്ളത് റിസർവ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു സെക്കൻഡ് പാർട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ ആ ഒരു ലാൻഡ് എന്നുള്ളത് ആർക്കാണ്? ഡെയിലി നീഡ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്നുള്ള അതുപോലെ തന്നെ ജീവിക്കുന്നുള്ള ടെനൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് രണ്ടാമത്തെ ലാൻഡ് എന്നുള്ളത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി ആ ഒരു മിഡിൽ ഏജിൽ എക്കണോമിക് സിസ്റ്റം ഫൗണ്ട് ചെയ്യുന്നുള്ളത് ഫ്യൂഡലിസത്തിലൂടെയാണ്. ഇനി നെക്സ്റ്റ് പറയുന്നുള്ളത് സർഫിനെ പറ്റിയിട്ടാണ്. സർഫ് എന്നുള്ളത് ഫോം ഓഫ് അൺഫ്രീ പെസൻ്റ് ആണ്. ഈ ഒരു സർഫിന് ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ അവരവരുടെ ലോഡിനെ, അവരുടെ പ്രഭുവിനെ സേവിക്കുന്നത്, സെർവ് ചെയ്യുന്നത് കാരണമായിട്ട് അവർക്ക് ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ തന്നെ സർഫ് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നുള്ളത്, നിശ്ചയിക്കുന്നുള്ളത് ബേർത്തിലൂടെയാണ്, ജന്മത്തിലൂടെയാണ്. കാരണം എന്താ വെച്ചാൽ അവരുടെ പാരൻസ് സർഫ് ആണെങ്കിൽ അവരുടെ മക്കളും എന്തായിരിക്കും, അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവരും സർഫ് തന്നെ ആയിരിക്കും. ഇനി സർഫ് എന്നുള്ളത് വെർ നോട്ട് സ്ലേവ്സ്, അവർ അടിമകളല്ല, പക്ഷെ അവർക്ക് ഒരു സ്ഥലത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് നീങ്ങാനോ അതുപോലെ തന്നെ ലേബറിൽ, അവരുടെ ജോലിയിൽ, പേയ്മെൻറ്റിനോ ഒന്നിനും അവകാശമില്ല എന്നാണ് പറയുന്നുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡിക്ലൈൻ ഓഫ് മനോറിയലിസത്തെ പറ്റി നോക്കുകയാണെങ്കിൽ ഈ ഒരു മിഡിൽ ഏജസിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് കാരണമായിട്ടാണ് ഈ ഒരു ഫ്യൂഡലിസം അതുപോലെ തന്നെ മനോറിയലിസം എന്നുള്ള ഈ ഒരു രണ്ട് സിസ്റ്റംസും ഡിക്ലൈൻ ചെയ്യുന്നുള്ളത്. അതിലൊരു പെർട്ടിക്കുലർ റീസൺ എടുത്തു നോക്കുകയാണെങ്കിൽ വാറിലും അതുപോലെ തന്നെ പ്ലാഗിലും ഉണ്ടായിട്ടുള്ള പെട്ടെന്നുള്ള പോപ്പുലേഷൻ ഡിക്ലൈന് കാരണമായിട്ട്, പ്രത്യേകിച്ച് ബ്ലാക്ക് ഡെത്തിലുള്ള ആ ഒരു ഡിക്ലൈൻ കാരണമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മനോറിയലിസം അതുപോലെ തന്നെ ഫ്യൂഡലിസം ഒക്കെ ഡിക്ലൈൻ ചെയ്യുന്നുണ്ട്. ലാർജ് ടൗൺസിൻ്റെയും സിറ്റീസിൻ്റെയും ഗ്രോത്ത് കാരണമായിട്ട് ലേബർ കൺട്രി സൈഡിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവരെന്തിനാണ് ഈ ഒരു കൺട്രി സൈഡിലേക്ക് ലീവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ബെറ്റർ ജോബ്, അതുപോലെ തന്നെ ബെറ്റർ ഫ്യൂച്ചർ, ന്യൂ ജോബ്സ് ഒക്കെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവൈലബിൾ ദ വർക്കിംഗ് ഫോർ ദ ന്യൂ ആൻഡ് വെൽത്തി മെർച്ചൻ്റ് ക്ലാസ്സിന് വേണ്ടിയിട്ടൊക്കെയാണ് അവരവരുടെ കൺട്രി സൈഡിലേക്ക് ലീവ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ഡിക്ലൈന് കാരണമായിട്ടുള്ള ഈ ഒരു മനോറിയലിസത്തിൻ്റെ ഡിക്ലൈന് കാരണമായിട്ടുള്ള മറ്റൊരു ഇഷ്യൂ എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, പെസൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ലോർഡ്സിനെതിരായിട്ട് റിവോൾട്ട് ചെയ്യുന്നുണ്ട്. അതാണ് നമുക്ക് ഇംഗ്ലണ്ടിൽ 1381 പെസൻറ്റ് റിവോൾട്ട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഇംഗ്ലണ്ട്. ആ ഒരു പെസൻറ്റ് റിവോൾട്ടൊക്കെ കാരണമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മനോറിയൽ സിസ്റ്റം ഡിക്ലൈൻ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നുള്ളത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു ടോപ്പിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക.